പാകിസ്ഥാൻ ആകെ പരിഭ്രാന്തിയിലാണ്, വിറയ്ക്കുന്നുണ്ട്. ഇനി വീഴണം, അടിതെറ്റി വീഴണം. ഇപ്പോൾ ആദ്യം അങ്ങ് ഏറ്റെടുത്തായിരുന്നല്ലോ, ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ വെടിവെച്ച് വന്നപ്പോൾ ആദ്യം അതിൻ്റെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുത്തു. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സബ് ഗ്രൂപ്പാണ് RF എന്ന പേരിൽ അറിയപ്പെടുന്ന റെസിസ്റ്റൻറ്റ് ഫ്രണ്ട്. അവർ പറഞ്ഞു ഞങ്ങളാണ് ഇത് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞു. ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, പാകിസ്ഥാന് വളരെ, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അരുമയാണ് പാകിസ്ഥാൻ്റെ. എല്ലാം വെള്ളവും തീറ്റയും എല്ലാം കൊടുത്ത് പോഷിപ്പിച്ചെടുക്കുന്ന ഒരു സംഘടനയാണ് അവർ. ഏറ്റവും വലിയ ഭീകര ഗ്രൂപ്പാണ് അവർ. ഒരിക്കലും പാകിസ്ഥാനിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല. നേരെ മറിച്ച് അവരെ പോറ്റി വളർത്തുന്നത് മുഴുവൻ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനാണ്. ഒരുപാട് ആക്രമണങ്ങൾ കാശ്മീരിൽ അവർ നടത്തി. കാശ്മീർ മാത്രമല്ല, പല അറ്റാക്കുകളും ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ലഷ്കർ എ തയ്യബയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടി ഇന്ത്യക്കറിയാവുന്നതാണ്. ഇപ്പോൾ പരിഭ്രാന്തിയിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ കാരണം ഈ പണ്ടുള്ള യുദ്ധങ്ങൾ പോലല്ല ഇന്നത്തെ യുദ്ധം. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ യുദ്ധം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ഇന്ത്യയാണ് ഈ കാര്യത്തിൽ പാകിസ്ഥാനുമായി. അതിൻ്റെ കാരണം ഒരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തീരുമാനം അങ്ങ് എടുത്തു. ആ തീരുമാനം എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. 1960 ഉണ്ടാക്കിയ സിന്ധു നദീ ജലക്കരാർ അത് ഇന്ന് പിന്മാറുന്നു, അത് മരവിപ്പിക്കുന്നു ഇന്ത്യ. ഇനി അത് ഉടനെ റദ്ദാക്കപ്പെടണം. ഇപ്പോൾ അവിടെ ബിലാവൽ ഭൂട്ടോ ഉണ്ടല്ലോ, പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടിയുടെ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. സിന്ധു നദിയിലൂടെയുള്ള വെള്ളം, സിന്ധു ഞങ്ങൾക്ക് അവകാശപ്പെട്ട നദിയാണ്, അതിലൂടെ വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോര, രക്തം അതിലൂടെ ഒഴുകും എന്നാണ് കണ്ടിരിക്കുന്നത്. യമനൊക്കെ ഒരു തുള്ളി വെള്ളം കൊടുക്കരുത് കുടിക്കാൻ ഇതിന്. കാരണം ഇങ്ങനെ പറയുന്നവന് ഇപ്പോഴും അവർ ഭീകരത മാത്രമാണ് പറയുന്നത്. ഇന്നലെ ലണ്ടനിൽ പോലും നടന്ന ഒരു പ്രകടനത്തിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ്റെ മുമ്പിൽ ഇവിടെ ഇന്ത്യൻ സമൂഹം നടത്തിയ ഒരു പ്രകടനത്തിന് നേരെ ആ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ച പണി എന്ന് പറയുന്നത് കഴുത്തറക്കും എന്നുള്ളതാണ് ആ കാണിച്ചേക്കുന്നത്. ആരുടെ കഴുത്താ വീഴുന്നതെന്നറിയാം. ഇതൊക്കെ ഇങ്ങനെ വാചമടിക്കുന്നതും പറയുന്നതും മാത്രമേ ഉള്ളൂ. യവനെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. യവനൊക്കെ ഒളിച്ച് ഇങ്ങനെ എലി മാളത്തിൽ കയറിയിരിക്കുന്ന പോലെ മാളത്തിൽ കയറിയിരിക്കാനേ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഈ പണിയെല്ലാം നടത്തി കഴിഞ്ഞിട്ട് നേരെ എന്താ ചെയ്തേക്കുന്നത്? POKയിൽ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലുള്ള ഭീകര താവളങ്ങൾ, ഇവർ ഭീകര പരിശോധിക്കുന്ന താവളങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടി. അവിടുന്ന് അവരെല്ലാം ഒഴിപ്പിച്ചു കേട്ടോ, അങ്ങ് ഉള്ളിലേക്ക് മാറ്റി. എവിടെ വരെ പോവും? എവിടെ വരെ ഇവർ പോവും? എന്നിട്ടാണ് അവിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ നേരത്തെ പറഞ്ഞ എന്താണെന്നറിയോ? 30 വർഷമായിട്ട് ഞങ്ങൾ ഈ ഭീകരരെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയ ചെലവുമൊക്കെ കൊടുക്കുന്നുണ്ടെന്നങ്ങ് സമ്മതിച്ചു പോയി. ഇവരൊക്കെ മണ്ടന്മാരാണ്, വിവരമില്ലാത്തവന്മാരാണ്. അല്ലെങ്കിൽ ഏതാണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ള ധൈര്യം കൊണ്ട് പറയുന്നതാണ് നമുക്ക് വിചാരിക്കാം. ധൈര്യം കൊണ്ടൊന്നുള്ള വിവരക്കേടാണ്. ആദ്യം ഈ RF ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, ജെയ്ഷെ മുഹമ്മദ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അതിനുശേഷം പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞെന്താണ്? അതായത് ഈ കൊലപ്പെടുത്തിയ വൃത്തികെട്ടവന്മാരുണ്ടല്ലോ, ഈ ഭീകരർ, അവര് സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന്. സ്വാതന്ത്ര്യ സമര പോരാളികൾ ഇപ്പം അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഇനി അവൻ്റെ വീട്, അവൻ്റെ എല്ലാം മുഴുവൻ അടിച്ച് തകർത്തിട്ടുണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഇനി വേണ്ടത് ഇവർക്ക് സഹായം കൊടുക്കുന്ന ആരുണ്ടോ അവരുടെ എല്ലാം ഇപ്പോൾ ആ വീട് പൊളിക്കുന്നതിന് സാധാരണഗതിയിൽ ഞാൻ അതിനെതിരെ പറയുന്നതാണ്. പക്ഷേ ഇത് ഞാൻ പറയത്തില്ല. കാരണം ഇന്ത്യയെ വന്ന് ആക്രമിക്കാൻ വേണ്ടിയുള്ള താവളം, അതിനെന്തെങ്കിലും ഒരു സഹായം, അവനൊരു നാരങ്ങ വെള്ളം കൊടുക്കുന്നവനായാലും ശരി, അവനെ വെച്ചേക്കരുത്. അതാ വേണ്ടത്. കാര്യം ഇതുപോലുള്ള പാവങ്ങളെ ഉപദ്രവിക്കുകയാണ്. എത്ര പേരെയാണ് കൊലപ്പെടുത്തിയേക്കുന്നത്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ? പാകിസ്ഥാൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഈ സിന്ധു നദിയിലെ വെള്ളമില്ലാതെ, അതായത് ഈ 3 നദികളിലെ വെള്ളമില്ലാതെ അവർക്ക് കഴിയാൻ പറ്റത്തില്ല. ഇന്ത്യക്ക് 20% വെള്ളം കിട്ടുന്നത്, അവർക്ക് 80%. ഈ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിലെ 80% കൃഷിയും നശിക്കും. കാരണം വരൾച്ചയാണ്. അത് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല ഒരിക്കലും. അല്ലാതെ തന്നെ അവിടെ പട്ടിണിയും പരിവട്ടമായിട്ട് നടക്കുകയാണ്.
ഇത് ഇതിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റാൻ ഒരു ചെറിയ യുദ്ധം ഇവർക്ക് വേണം. വലിയ യുദ്ധം വേണ്ട, ഒരു ചെറിയ യുദ്ധം ഇന്ത്യയുമായിട്ടുണ്ടാക്കിയാൽ തൽക്കാലം പിടിച്ചു നിൽക്കാം. അതൊക്കെയാണ് ഷഹബാസ് ഷെരീഫിന് ഇപ്പം വേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ ആണവശക്തി ആണെങ്കിൽ അവൻ്റെ കയ്യിരിക്കാനേ ആണവശക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആണവശക്തി എടുത്ത് തിന്നാൻ പറ്റുമോ? പട്ടിണിയാണ്. ലോകരാജ്യങ്ങൾക്ക് മുമ്പ് കൈയും തീട്ടി ഭിക്ഷ അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യയുടെ തോളെ കയറാൻ വരുന്നത്. ഇതിൻ്റെ മാത്രം പ്രശ്നം എന്താണെന്ന് അറിയാം ഇവന്മാർക്ക് സഹിക്കാത്തത്. ഈ POKയിലുള്ള ആളുകളുണ്ട്, അവിടെ താമസിക്കുന്നവരും. അവർ നോക്കുമ്പോൾ, ഇവിടോട്ട് നോക്കുമ്പോൾ, ഇന്ത്യയിലെ കാശ്മീർ നോക്കുമ്പോൾ അവർ കാണുന്നത് സ്വർഗമാണ് അവർ കാണുന്നത്. അവർ പട്ടിണിയാണ്, അവിടെ ഒന്നുമില്ല, അവർക്കൊന്നും കൊടുക്കത്തില്ല പാകിസ്ഥാൻ. കൊടുക്കാൻ യവന്മാരുടെ കയ്യിലൊന്നും ഇല്ല. അതാണ് കാര്യം. യവന്മാർക്ക് ആകെ ഉള്ളത് കുറച്ച് ആയുധങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെ ഇപ്പം തീർന്നോളും, യാതൊരു ഒരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ ടാങ്കുകൾ എരച്ചങ്ങ് കയറും, അതുപോലെ തന്നെ ആർമി അതിൻ്റെ പുറകെ പോവും, അതുപോലെ തന്നെ എയർഫോഴ്സ് മുകളിൽ കൂടെ അറ്റാക്ക് ചെയ്യും, കടലിൽ നാവിക യുദ്ധം നടക്കും. ഇതൊക്കെ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ വളരെ ഒരു സ്ട്രാറ്റജിക് വാർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അടി പാകിസ്ഥാന് കൊടുത്ത എന്താണെന്നറിയോ? അവരെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഈ സിന്ധു നദി ജല കരാർ ഒഴിവാക്കുക. അതായത് അതിൽ നിന്ന് പിന്മാറുക, ഇത് നമ്മളത് മരവിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ മരവിപ്പിച്ചാൽ പോരാ, അത് റദ്ദാക്കണം. ചിലപ്പോൾ അന്താരാഷ്ട്ര സമൂഹം അതിനെ കുറ്റപ്പെടുത്തിയിരിക്കും. കുറ്റപ്പെടുത്തിയാലും അവരുടെ മുമ്പിൽ ഇന്ത്യക്ക് തെളിവുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ, ഇന്നതൊക്കെ ചെയ്യുമ്പോൾ യവനന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കിത് ചെയ്യാം എന്നുള്ളത് പറയാൻ പറ്റും. ഇത് ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ യുദ്ധം. അതിനു മുമ്പേ മാനസികമായിട്ടും അവരെ അങ്ങ് തകർക്കുക. മാത്രമല്ല അവന്മാർ ഇന്ത്യ വന്ന് ഇതൊക്കെ ഉണ്ടാക്കി എന്തിനാണ്? ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടിക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഇവിടെ കാണിച്ചു വെച്ചത്. ഓരോരുത്തരെ പേരും ചോദിച്ചിട്ട് വെടിവെച്ചു കൊല്ലുക. അപ്പോൾ അല്ലെ കലിമയെല്ലാം പറയുക. ഈ കലിമ എന്നൊക്കെ പറയുന്നത് ഇതിനുള്ള കാര്യമൊന്നുമല്ല. കലിമ അതെന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തവനാണ് ഈ കലിമ എല്ലാം പറയുക. കലിമ എല്ലാം പറഞ്ഞ എന്താണെന്ന് ഈ മുസ്ലിം ഒന്നോ അല്ലോ എന്ന് അറിയാനാണ്. ഇനി അതല്ല കാര്യം. ഇനി ഇപ്പോൾ സംഭവിച്ചേക്കുന്ന പ്രശ്നം എന്താ? അവിടെ അടി സഹിക്കാൻ വയ്യ. കാരണം പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളിൽ വലിയ പ്രശ്നമാണ് ഗവൺമെന്റിനെതിരെ, അതായത് പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ. ഇപ്പൊ തന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അവർ യഥാർത്ഥ സ്വാതന്ത്ര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെയാണ് ബലൂചിസ്ഥാനിലൊക്കെ സംഭവിച്ചേക്കുന്നത്. ഇന്നലെ പഞ്ചാബിലെ മെനഞ്ഞാന്നുണ്ടായ സംഭവം എന്ന് പറയുന്നത് 10 പട്ടാളക്കാരാണ്, പാകിസ്ഥാൻ പട്ടാളക്കാരാണ് അവിടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇനിയും കൊന്നുകൊണ്ടിരിക്കും. അവിടെ അവരുടെ കാര്യം ആദ്യം നോക്കട്ടെ, എന്നിട്ട് വേണമല്ലോ അയലത്തെ രാജ്യത്ത് ഉള്ള കാര്യം ഒന്ന് നോക്കാൻ. അതിന് മുമ്പോ ട്രെയിൻ റാഞ്ചിയല്ലോ, അത് ബലൂചിസ്ഥാനിലാണ്. ഒരു ട്രെയിൻ മൊത്തമായിട്ട് അവർ അങ്ങ് റാഞ്ചിട്ട് അതിൽ എത്ര പട്ടാളക്കാരെ, പാകിസ്ഥാൻ പട്ടാളക്കാരെ മാത്രം വെടിവെച്ചു വന്നത്. അതവിടെ നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് സ്വാതന്ത്ര്യം വേണം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പണ്ട് അഫ്ഗാനിസ്ഥാനെ അവരെ സഹായിക്കും എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അഫ്ഗാനിസ്ഥാനിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് പാകിസ്ഥാൻ. ആ രീതിയിലേക്ക് മാറി. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇവന്മാർക്ക് ഈ അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഇന്റർസ്റ്റേറ്റ് ഇന്റലിജൻസ് ഒന്നും പറഞ്ഞ അവരുടെ ആ പട്ടാളത്തിൻ്റെ ആ ഭാഗമുണ്ടല്ലേ, അവന്മാരാ ഈ ട്രെയിനിങ് മുഴുവൻ ആളുകൾക്ക് കൊടുക്കാനുള്ള നേതൃത്വം കൊടുക്കുന്നത് മുഴുവൻ ഭീകരവാദത്തിന്. അത് കൊടുത്തിട്ട് അയലത്ത് കയറി ഉപദ്രവിക്കാൻ പോകും. ഇന്നിപ്പോൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓരോന്നും ഇപ്പോൾ അമേരിക്ക ട്രംപ് തന്നെ വ്യക്തമാക്കി. അതായത് അത് 2 രാജ്യങ്ങളും ഞങ്ങൾക്ക് വിവേചനമൊന്നുമില്ല, അത് അവർ തമ്മിൽ തീർത്തോട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിൽ അത് നമുക്ക് തോന്നും കേട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാന് അങ്ങനല്ല, അത് ഇന്ത്യക്ക് അനുകൂലമായ ഏറ്റവും വലിയൊരു പ്രസ്താവനയാണ്. കാരണം ഇത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സഹായിക്കത്തില്ല അവർ ആ കാര്യത്തിൽ എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. അതേപോലെയാണ് ഇനി ചൈനയുടെ കാര്യം നോക്കിയാൽ ചൈന എന്നും ഒളിഞ്ഞും തെളിഞ്ഞും ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇനി ചൈനയ്ക്ക് അതൊക്കത്തില്ല. കാരണം അമേരിക്കയായിട്ടുള്ള വ്യാപാര യുദ്ധത്തിൽ ചൈന ആകെ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. അവിടെ മാസ് പ്രൊഡക്ഷൻ ഉള്ള ഒരു രാജ്യം, അവിടുന്ന് ഈ സാധനങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ഉപഭോക്താവാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ പൈസ ഇല്ല, അങ്ങോട്ട് കൊടുക്കാനേ ഒഴുക്കൂ. അപ്പോൾ അങ്ങനെ വരുന്നുടനെ അവർ ഇന്ത്യയെ പിണക്കാൻ തയ്യാറാവത്തില്ല. അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം, പിന്നെ സോവിയറ്റ് യൂണിയൻ അതായത് ആയിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ റഷ്യ എന്നും ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ലി അറ്റാച്ച്മെൻറ്റ് കഴിയുന്ന രാജ്യമാണ്. അപ്പോൾ അവരൊന്നും ഒന്നും ചെയ്യത്തില്ല. അതുപോലെ ഇസ്രയേൽ, ഇറാൻ, ഇതൊന്നും ഇന്ത്യയെ പിണക്കാൻ നിൽക്കത്തില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്ന ഈ കാര്യത്തിൽ. അതുകൊണ്ട് ഇത് മനുഷ്യാവകാശങ്കരമാണ്, വെള്ളം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയാൻ വന്നാൽ പോലും
അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ രാജ്യത്ത് കയറി യവന്മാർ ഇതുപോലെ വൃത്തികേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ അതെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ആണവ ശക്തിയാണെന്ന് മറക്കരുത്. ഒന്നും മറക്കണ്ട, എല്ലാം ഓർമ്മയിൽ തന്നെ വെച്ചോളൂ. പക്ഷേ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇനി ഈ കരാർ അങ്ങോട്ട് റദ്ദായ ഉണ്ടല്ലോ, ഈ കരാർ പോയി കഴിഞ്ഞാൽ അത് മരവിപ്പിച്ച് കഴിഞ്ഞു, അതിനുള്ള ലെറ്ററും കൊടുത്തല്ലോ, മരവിപ്പിച്ച് കഴിഞ്ഞു. ഇനി അത് ആ വെള്ളം അവിടത്തേക്കുള്ള ഒഴുക്കൊന്ന് തടഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പാകിസ്ഥാൻ അതോടുകൂടി തകരും. അതാണ് വേണ്ടത്. അങ്ങനെ നടക്കട്ടെ. കാരണം ഇനി മേലാലെങ്കിലും കയറി ഒരു രാജ്യത്തും, ഇന്ത്യയിലെന്നല്ല ഒരു അയൽ രാജ്യങ്ങളെ കയറി ഉപദ്രവിക്കാൻ പോകരുത്. അതിൻ്റെ ആവശ്യമില്ല. അത് നമ്മളെപ്പോഴും നോക്കിക്കൊള്ളണം. നമുക്ക് അതായത് ഇന്ത്യക്ക് വലിയ മേൽക്കൈ ഇതിനകത്തുണ്ട്. ഇവന്മാർ ഈ മണ്ടന്മാർ കയറി ഇതുപോലുള്ള വൃത്തികേട് കാണിച്ചത് മാത്രമല്ല, ദുഷ്ടന്മാർ കാണിച്ചത് മാത്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്തം കയറി ഏറ്റെടുത്തു. ഇപ്പൊ പറയുന്നത് എന്താ, ഞങ്ങൾ നിഷ്പക്ഷമായ അന്വേഷണത്തിന് തയ്യാറാണെന്ന്. എന്തും അന്വേഷിക്കാനാ സമ്മതിച്ച കാര്യം? ഇവരൊക്കെ സമ്മതിച്ചിട്ട് ഇനി അത് അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? ആദ്യമേ അത് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് പറഞ്ഞവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് പറഞ്ഞു. 30 വർഷമായിട്ട് ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ വേറെ എന്താ വേണ്ടത്? ഈ അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്ന നിയമത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഇത് അഡ്മിറ്റ് ചെയ്തേക്കാണ്. ഇനി എന്തോ അന്വേഷണം? ഒരു നിഷ്പക്ഷ അന്വേഷണവും വേണ്ട. അവിടെ ഇവരെന്താ നിഷ്പക്ഷ അന്വേഷണം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല നമുക്ക്. കാരണം ഇവിടെ 26 സഹോദരങ്ങളാണ് നമ്മുടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിന് ആദ്യം സമാധാനം പറയട്ടെ, പിന്നെ അന്വേഷിച്ചാൽ മതി. വേറെ അന്വേഷണമൊന്നും വേണ്ട. സമ്മതിച്ച കാര്യം എന്തിനു അന്വേഷിക്കണം? അത് മാത്രം പാകിസ്ഥാൻ ചിന്തിച്ചാൽ മതി. പാകിസ്ഥാൻ ആകെ പരിഭ്രാന്തിയിലാണ്, ഞെട്ടി വിറയ്ക്കുന്നു, വിറച്ച് താഴെ വീഴണം.